ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാടുകാണിച്ചുരം കഴിഞ്ഞ് ഫസ്റ്റത്തെ പോയിന്റ്, അതായത് ദേവല്ല ഹട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ളത്. ഒരു സൺഡേ അല്ലേ, അപ്പം നേരെ പിടിച്ചാൽ അങ്ങോട്ട് ഒറ്റ ദിവസം കൊണ്ട് എവിടെയൊക്കെ പോരാന്നുള്ളതാണ് നമ്മൾ പറയണത്. ഇതിന് മുന്നേ ഒരു ജീൻ പൂൾ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവിടെ ഓപ്പൺ അല്ല, വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ, ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുന്ന വഴിയാണ്. നല്ല വെയിലാ അല്ലേ. അപ്പോൾ ഒരു ബൈക്കിന് ഇങ്ങനെ യാത്ര തുടങ്ങിയതാണ്. ഇവിടെ എത്തി, സ്റ്റേറ്റ് വിട്ടുപോയി. ഇനി ഫുള്ള് സ്റ്റേറ്റ് വിട്ട കളിയാ. ഓക്കെ, നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇനി അങ്ങനെ അങ്ങോട്ട് പോകണ്ട്. അങ്ങോട്ടൊക്കെ നല്ല മൊട്ടക്കുന്നുകളാണ് അല്ലേ, തേയില തോട്ടങ്ങൾ, നല്ല അടിപൊളി സ്ഥലം. ഒരു ചെറിയ ഒരു കുഞ്ഞു മൂന്നാർ എന്നൊക്കെ വേണേ പറയാം അല്ലേ. ഇനി ഒരുപാട് അങ്ങോട്ട് കയറാണ്ട്. നമ്മൾ ഇതിന്റെ ഏകദേശം തുടക്കത്തിലാണ്. നമ്മൾ വ്യൂ പോയിന്റ് തന്നെ നന്ന ടോപ്പിലാണ്. നമ്മൾ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകും. നമുക്ക് അതിന്റെ മുന്നേ ഇവിടെ കുറച്ച് വീടുകൾ കാര്യങ്ങളുണ്ട്. വീടാണ് തോന്നുന്നില്ല, അങ്ങനെ എന്താ സംഭവം. ഇവിടെ തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പുറത്തെ കുറെ മൊട്ടൊക്കെ ഒന്ന് ഈ വെയിലായം കൊണ്ടാവും. ഇവിടെ നല്ല പച്ചപ്പ് വരുതാവില്ലേ. ഞങ്ങൾ അവിടെ നിന്ന് കേരളത്തിൽ വണ്ടി എടുത്ത് ഒരു ഫുഡ് കഴിക്കാൻ നിർത്തി. പിന്നെ അത് എവിടെ നിർത്തുന്നത് അല്ലേ. ഒന്നും ചോദിച്ചില്ല, ഒന്നും കരുതിയിരുന്നു, പേപ്പറും കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു. അതെ, ബാക്കി കാഴ്ചകൾ എങ്ങനെ പോകും. അപ്പൊ നമ്മള് ദേവല്ലാഹട്ടിന്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറി വെക്കാം. ദേവല്ലാഹട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ആണിത്. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടാണ്, നടുവ് കൂടി ചെറിയൊരു റോഡ്. അങ്ങനെ കയറി പോവാണ്. കയറി നമ്മൾ എത്ര നേരമായിരിക്കും ഈ വ്യൂ പോയിന്റ്. അവിടെ എന്താ സംഗതി ഉള്ളതെന്ന് നമുക്കറിയില്ല കേട്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഒരു ഇത് കണ്ടുപിടിച്ചത് യൂട്യൂബിലൂടെയാണ്, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലേനു. ഓക്കെ, അടിപൊളി ഉണ്ട് എന്നോ, സൂപ്പർ അല്ലേ. ബൈക്കിനായിട്ട് ഇങ്ങോട്ട് ഏറെ പേരും വരുന്നത്. ഞാൻ കണ്ടോടത്തോളം ബൈക്കാണ്, ഒരു കാറ് സൈഡാക്കി. നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടി അല്ലേ സത്യം പറഞ്ഞത് മോളുന്നതിന്റെ വ്യൂ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. ഡ്രോൺ വെച്ചൊക്കെ എടുത്ത അങ്ങനത്തെ വ്യൂ ഉണ്ടല്ലോ. അയ്യോ, ഇതെന്താ ചെക്കിങ്ങാ. അപ്പൊ നമ്മളെ യാത്ര സത്യം പറഞ്ഞാൽ പകുതിക്ക് വെച്ച് നിന്നു അല്ലേ. എന്താ കാരണം പറഞ്ഞെടുത്താ പോകില്ല, പറ്റില്ല. അപ്പോ ആന ഉണ്ടല്ലോ വഴിയില്, ആന പുലി. സത്യം പറഞ്ഞാൽ തള്ളാ തോന്നൂലേ, പക്ഷെ തള്ളല്ല, ശരിക്കുള്ള കണ്ടോ. ആ പുലിയുണ്ട്. അപ്പൊ നമ്മള് ദേവല്ലാഹട്ടി തൽക്കാലം നിർത്താണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു. ഇല്ലല്ല, നമ്മൾ സത്യം പറഞ്ഞാലും മലപ്പുറത്തുനിന്ന് വരുമ്പോ ഈ ദേവല്ലാഹട്ടിക്ക് മെയിനായിട്ട് കാരണമായിട്ട് പോന്ന. പക്ഷെ എന്താ ചെയ്യാനാ, അവിടെ വരെ എത്താൻ കഴിഞ്ഞില്ല. ഓൺ ദ വേല് ആന ഇറങ്ങുന്നുണ്ട്, പുലി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞേക്കാണ്ട് അല്ലേ. ആ സമയമാണ് ആന അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ ഉണ്ടാവില്ലെന്നൊന്നും നമുക്കറിയില്ല. എനിവേ ഓരത് തടഞ്ഞു, പതിക്കലിച്ച് നമ്മളെ തടഞ്ഞു. നമ്മൾ മാത്രമല്ല കേട്ടോ, കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, ഒരുപാട് ചെക്കന്മാരുണ്ട് അല്ലേ. കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് വന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ വേറെ ഒന്നും കേട്ടോ, അവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്. ഓരോ കയറി അപ്പൊ മൂപ്പർ കഴിഞ്ഞുള്ള മറുപടി ഒന്നുമില്ല. ഇങ്ങനെ മടങ്ങുണ്ട്. അപ്പൊ ഞങ്ങൾ ഓൺ ദ വേല് ഇങ്ങനെ കുറെ നിർത്തി, കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്താൻ വേണ്ടി ഇങ്ങനെ നിർത്തിയതാണ്. എത്തിയില്ല അവിടുന്ന്, അതായത് ആ ടൗണിന്ന് ഇങ്ങോട്ട് 4 കിലോമീറ്റർ വരെ. നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഒക്കെ ഉള്ളോട്ട് വന്നിട്ടുണ്ടാവും, കയറിയിട്ടുണ്ടാവും. പക്ഷെ ആ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. വ്യൂ പോയിന്റിലേക്ക് എത്താന്നുള്ള പ്രതീക്ഷ നമ്മൾ പോകുന്നത് അല്ലേ. പോകുന്നുണ്ടാവില്ല അല്ലേ, അത്ര ഉണ്ടാവില്ല. അപ്പോൾ അത് എത്താൻ കഴിഞ്ഞില്ല. ഒരു പറയാം നമ്മളോട്, ഇങ്ങോട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഇഞ്ഞു വരികയെന്ന്. 3 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ഇഞ്ഞും വരാൻ തിരിയാ. നമ്മൾ ഏതെങ്കിലും ഒരു ഞായറാഴ്ച കണ്ടുപിടിച്ചിങ്ങനെയാണ് യാത്ര ചെയ്യല്, എങ്ങോട്ടെങ്കിലും ഒക്കെ പോവല്. 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരിക എന്നാ നടക്കുന്ന കാര്യമാണോ. മടങ്ങണ്ട്. പക്ഷെ നല്ല സ്ഥലം കേട്ടോ, നല്ല അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട്. ഇത് ഇതേമാതിരത്തെ ഒരു വീട് പോലത്തെ എന്തോ ആണ്. അങ്ങോട്ടുള്ള ഫുള്ള് നല്ല കയറ്റാണ്. അങ്ങോട്ടൊക്കെ നല്ല നല്ല നമ്മൾ കുറേ ദൂരത്തു നിന്നാണ്, മോളിൽ നിന്നാണ് നമ്മളെ മടങ്ങാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറേ കൂടി താഴോട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അല്ലേ. ഒന്നും വെക്കില്ല, നമ്മൾ 2 വീഡിയോ ഡിലീറ്റ് ചെയ്ത് പിന്നെ റീസ്റ്റോർ ചെയ്ത സാധനം കിട്ടുന്നതുകൊണ്ട്, റീസൈക്കിൾ വലിയ സാധനമുള്ളതുകൊണ്ട് നമ്മൾ ആ വീഡിയോയും കൂടി കിട്ടിയത് മാത്രം അല്ലേ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ നിർത്താണ്, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകട്ടെ. ഇപ്പം സമയം എന്താ 1:08. അപ്പോൾ രാത്രി വീട്ടിൽ എത്തിയാൽ മതി.
അപ്പൊ അതിന് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ നോക്കട്ടെ, അങ്ങോട്ട് പോകണം. ഈ കാഴ്ചകൾ ഏകദേശം ഇവിടെ ദേവല്ല ഹട്ടിയത്തെ കാഴ്ചകൾ ഇതാണ്. ഇത്രേ വരുന്നവർക്കൊക്കെ വരാട്ടോ, ഇങ്ങനത്തെ എന്തെങ്കിലും അബദ്ധത്തിൽ കുടുങ്ങാണെന്നുണ്ടാവുള്ളൂ. നല്ല സ്ഥലമാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ? അതെ. പിന്നെ അവര് പറഞ്ഞത് എന്താ അറിയോ, ഇപ്പോ ആണ് ഈ ആന ഇറങ്ങുന്ന സമയമാണ്, 2-3 ദിവസം കഴിഞ്ഞ് ചിലപ്പോ ഇനി അങ്ങനെ എന്തെങ്കിലും ആവാം. പറഞ്ഞത് 2-3 ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ ഓക്കെ അല്ലേ? ഇനി അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോയോട്ടെ. ബൈ.